ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് എന്തെങ്കിലും നിസ്സാരമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുക മനസ്സിൻ്റെ സ്വഭാവമാണ്. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സ് നിസ്സാര വസ്തുക്കളിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. അപ്പോൾ നമുക്ക് വസ്തു നഷ്ടപ്പെട്ടതിൽ ദുഃഖം, കിട്ടിയില്ലല്ലോ എന്ന ദുഃഖം, ഇങ്ങനെ ദുഃഖത്തോട് ദുഃഖമായിരിക്കും. ആ വസ്തുവിനോടുള്ള ബന്ധവും നമുക്കുണ്ടാവും. അതിനാൽ നമ്മുടെ മനസ്സിനെ ഈ നശ്വരമായ വസ്തുക്കളിൽ വ്യാപൃതമാകാൻ അനുവദിക്കാതെ സദാസമയത്തും ആ പരമാത്മാവിനെക്കുറിച്ച് വിചിന്തനം ചെയ്യാനുള്ള ഒരഭ്യാസം നമ്മൾ കൊടുക്കണം. അത് നമ്മൾ കൊടുത്താലേ മനസ്സിനുണ്ടാവുകയുള്ളൂ. അതിനാൽ ചിന്തിച്ചനാത്മാവായി ചിത്തത്തിനെ എന്തും ചെയ്യുവാൻ വിടും കൂട്ടക്കാർക്ക് ബന്ധം നശിക്കില്ല, മോക്ഷം ലഭിക്കില്ല, സന്താപം തീരില്ല എന്നറിയൂ. ഇതാണ് പരമസത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ തുറന്ന് പറഞ്ഞിരിക്കുന്നത്. ചിന്തിച്ചനാത്മാവായി ചിത്തത്തിനെ, എപ്പോഴും ഈ നിസാര വസ്തുക്കൾ, ക്ഷണികമായ വസ്തുക്കൾ, അതിനെയാണ് ഇവിടെ അനാത്മാവ് എന്ന് പറയുന്നത്. ചിന്തിച്ചനാത്മാവായി ചിത്തത്തിനെ, നമ്മുടെ മനസ്സിനെ അനാത്മാവുമായുള്ള സംസർഗം ഉണ്ടായാൽ മനസ്സും അനാത്മാവായി തീരും. അതുകൊണ്ടാണ് ചിന്തിച്ചനാത്മാവായി ചിത്തത്തിന് എന്തും ചെയ്യാൻ കൂട്ടക്കാർക്ക്, എന്തും ചെയ്യാൻ മനസ്സിനെ അനുവദിക്കുന്ന ആളുകൾക്ക് ബന്ധം നശിക്കില്ല, ബന്ധം നശിക്കില്ല, മോക്ഷം ലഭിക്കില്ല, സ്വതന്ത്രമായ അവസ്ഥ കൈവരിക്കുകയില്ല, ബന്ധം നശിക്കില്ല, മോക്ഷം ലഭിക്കില്ല, സന്താപം തീരില്ല. എന്നും അവർക്ക് സന്താപം മാത്രമേ ഉണ്ടാവുള്ളൂ. സന്താപം എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖം. ഓരോ തരത്തിലുള്ള വിഷമങ്ങൾ ഒന്ന് തീരുമ്പോഴേക്കും മറ്റൊന്ന് എന്നതുപോലെ അത് വന്നുകൊണ്ടേയിരിക്കും. അതിനാൽ ഇത്തരം വൈഷമ്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലെ സത്കാര്യങ്ങളിൽ സദാ വ്യാപൃതമായിക്കൊണ്ടിരിക്കണം. സത്തായിരിക്കുന്ന പരമാത്മാവിനെക്കുറിച്ച് നിരന്തരം വിചിന്തനം ചെയ്താൽ മറ്റു വസ്തുക്കളോടുള്ള ആസക്തി കുറയുകയും സംഘം കുറയുകയും പിന്നീട് സംഘം സത്തിനോട് മാത്രമായിരിക്കും. സത്തിനോടുള്ള സംഘമാണ് സത്സംഗം എന്ന് പറയുന്നത്. മനസ്സിൽ സദാസമയത്തും സത്തായിരിക്കുന്ന പരമാത്മാവിനെ തന്നെ വിചിന്തനം ചെയ്യുന്നതാണ് സത്സംഗം എന്ന് പറയുന്നത്. ആ സത്സംഗം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അതിന് വേറെ ഒരാളുടെയും ആവശ്യമില്ല, ഒരു പുസ്തകത്തിൻ്റെയും ആവശ്യമില്ല. അത് നമ്മൾ തനിയെ നമ്മുടെ മനസ്സ് നാം നിയന്ത്രണ വിധേയമാക്കുമ്പോഴാണ് സത്വമായുള്ള സംഘം നമുക്ക് ഉണ്ടാവുന്നത്. അതിനാൽ ചിന്തിച്ചനാത്മാവ ചിത്തത്തിനെ എന്തും ചെയ്യുവാൻ വിടും കൂട്ടക്കാർക്ക് ബന്ധം നശിക്കില്ല, മോക്ഷം ലഭിക്കില്ല, സന്താപം തീരില്ല എന്നും. ഹരേ കൃഷ്ണ. ഹരേ